നല്ലൊരു എക്സ്പീരിയൻസ് ഓഫർ ചെയ്ത പടം തന്നെയായിരുന്നു സൂ ഫ്രം സോ. കാരണം ഈ ഒരു സിനിമ ഈ ഇടയ്ക്കൊരു യാത്രയിൽ വെച്ചിട്ട് കർണാടകയിലൊക്കെ പോയപ്പോൾ ഒരു ബുക്ക് മൈ ഷോയിലൊക്കെ ഈ പടത്തിന് അവിടെ ഭയങ്കര ഒരു റഷ് കണ്ടിരുന്നു. നല്ല ഒടുക്കത്തൊരു റഷ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു റഷ് കണ്ടിരുന്നു. ഉള്ള ഷോകളൊക്കെ ഫാസ്റ്റ് ഫില്ലിംഗ് ആയിട്ട് പോകുന്നതൊക്കെ. ആൻഡ് ഇവിടെ ഇപ്പൊ മലയാളം ഇതിന്റെ ഡബ് ഇറങ്ങിയിട്ടുണ്ട്. ദുൽഖറിന്റെ വെയിറ്റ് ഫോർ ആർ ഫിലിംസ് ആണ് പടത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ളത്. രാജ്ബി ഷെട്ടിയാണ് പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ. ആൻഡ് ചില ആക്ടേഴ്സിനൊക്കെ നമുക്ക് കണ്ടുപരിചയമുണ്ട്. ഈവൻ കാന്താര മൂവിയിൽ അഭിനയിച്ചിട്ടുള്ള ചില കോ ആക്ടേഴ്സ് ഇതിലുണ്ട്. JP തുമിനാട് എന്ന് പറയുന്ന ഡിബറ്റൻ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹത്തിന്റെ ഒരു ഫസ്റ്റ് മൂവിയാണ്. ആൻഡ് അദ്ദേഹം ഇതിലൊരു മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. അശോകൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. ആൻഡ് പടത്തെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അയൽവക്കത്ത് നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ അത് മറ്റൊരാൾ നമ്മളോട് പറയാണ്. നമ്മുടെ ഈ ചേട്ടനില്ലേ, ആ ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് എപ്പോഴുണ്ടായി എന്നൊക്കെ നമ്മളൊരു കാഷ്വൽ ആയിട്ടൊക്കെ നമ്മൾ ചോദിക്കില്ല, വളരെ ഫെമിലിയർ വോയിസിൽ ചോദിക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ സിനിമ ഓഫർ ചെയ്തിട്ടുള്ളത്. ശരിക്കും നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന ചില സംഭവങ്ങൾ, വളരെ വിചിത്രങ്ങളായ ചില സംഭവങ്ങളെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ ഓഫർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ചില റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിന്റെ സ്റ്റോറി സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിലെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വന്നവരും പോയവരൊക്കെ അവരവരുടെ റോളുകൾക്കും കൊടുത്തിട്ടുള്ള സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ നല്ല സെറ്റ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. ആൻഡ് അതിൽ തന്നെ പറയേണ്ടത് ഈ സിനിമയിലത്തെ ക്യാരക്ടർ നെയിംസ് എടുത്ത് പറയുകയാണെന്നുള്ളത്, അതായത് രവിയണ്ണൻ എന്ന് പറയുന്ന ഷനീൽ ഗൗതമിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഒരു ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ എല്ലാവരുടെയും ചുറ്റുവട്ടങ്ങളിൽ ഒരാൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ ചില ആൾക്കാരുണ്ടാവും, എല്ലാത്തിനും മുന്നിൽ നിന്നുകൊണ്ട് എല്ലാത്തിനും ഒരു കൺട്രാക്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അതിങ്ങനെ ചെയ്യും, ഇതിങ്ങനെ ചെയ്യും, നിനക്കറിയോ ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതെ എപ്പോഴുണ്ടായി എന്നിട്ട് നമ്മൾ വളരെ ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിക്കും. അല്ലെങ്കിൽ ആ ചേട്ടൻ മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു കാര്യത്തിനും ഇറങ്ങാനായിട്ടൊരു ധൈര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ക്യാരക്ടർ ആയിട്ട് നല്ല ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം പ്രസന്റ് ചെയ്തു. ആൻഡ് ആ ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ള ഡബ്ഡ് വോയിസ് ഒക്കെ തന്നെ പക്കാ മാച്ചിങ് തന്നെയായിരുന്നു. ആൻഡ് ഇതിലെ സതീശൻ, ചന്ദ്രൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു രവിയണ്ണന്റെ കുറച്ച് ശിങ്കിടികളുണ്ട്. അവരുടെ അതായത് നമുക്കൊരു എന്താ പറയാ, ഒരു നാട്ടിൻപുറത്ത് ഒരു കോമിക്സ് നമ്മുടെ കയ്യിൽ തന്നിട്ട് അത് വായിച്ചു നോക്കാൻ പറയുമ്പോൾ നമുക്ക് അതിൽ തോന്നുന്ന ചില സംഭവങ്ങളില്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ സൂ ഫ്രം സോ ഓഫർ ചെയ്യുന്നത്. ആ ഒരു ജസ്റ്റ് എന്താ പറയാ, നമുക്കൊരു 2 മണിക്കൂർ ജസ്റ്റ് ഒന്ന് സ്ട്രെസ് റിലീഫർ ആയിട്ട് നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു പടം അത്ര തന്നെയാണിത്. ആൻഡ് ഇതില് ശരിക്കും പറഞ്ഞ ഓപ്പൺ ആയിട്ട് ഒരു ടു ബി ഹോണസ്റ്റ് പറയുകയാണെങ്കിൽ ഭയങ്കര ഗംഭീര സംഭവം അല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി കഥ അങ്ങനെ ഒന്നുമല്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കാവുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവത്തെ എങ്ങനെ പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ അതൊരു കഥാപരമായിട്ട് നമ്മളിങ്ങനെ എഴുതി നമ്മളൊരു ബാലരമയിലൊക്കെ വായിക്കുന്ന പോലെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റും ഉണ്ടല്ലോ, അതാണ് ഈ പടം ഓഫർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ മറ്റുള്ള ക്യാരക്ടേഴ്സ്, ഒരു അളിയൻ ക്യാരക്ടർ ഉണ്ട്, വന്നത് കുറച്ച് സീനുകളാണെങ്കിലും മൊത്തത്തിൽ സീൻ ആൾ കൊണ്ടുപോയി. സതീശൻ, ചന്ദ്രൻ, അതുപോലെ ഗുരുജിയായിട്ട് വന്നിട്ടുള്ള രാജ്ബി ഷെട്ടിയുടെ ക്യാരക്ടർ, കാരണം ആ ക്യാരക്ടറിനെ കൂടുതലുള്ള ഇവർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡബ്ഡ് വോയിസ് ആണ് ഏറ്റവും രസമായിരുന്നത്. വളരെ എന്താ പറയാ, സിമ്പിൾ ആയിട്ട് തന്നെ നല്ല ഹ്യൂമറസ് ആയിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കാൻ സാധിച്ചു. ആൻഡ് അദ്ദേഹത്തിന്റെ 777 ചാർലി എന്ന് പറയുന്ന സിനിമയിൽ ഒരു വെറ്റിനറി ഡോക്ടറുടെ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിരുന്നു. ആൻഡ് ഇതില് നമുക്ക് പിന്നെ അറിയാം ടർബോയിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗരുഡ ഗമന, വൃഷഭവാഹനയിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഹ്യൂമറസ് റോളുകൾ പെട്ടെന്ന് 777 ചാർലിയും പിന്നെ ഇതുമാണ് പെട്ടെന്ന് എനിക്ക് മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്തത്. എന്തായാലും ഓവറോൾ നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്ത് കാണാവുന്ന, ഫാമിലിയുടെ ഒപ്പമൊക്കെ പോയി കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാവുന്ന ഒരു പടമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൂ ഫ്രം സോ. ശരിക്കും പറഞ്ഞ ഒരു അൺഎക്സ്പെക്ടഡ് ഹിറ്റാണ് പടം ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പെട്ടെന്ന് ഈ പടം ഇങ്ങനെ റിലീസായി ഇവിടെ മലയാളം ദുൽഖർ ഇങ്ങനെ ഇതിന് ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. ഇപ്പൊ തന്നെ വർക്കിംഗ് ഡേയിൽ പോലും നല്ല റഷ് തന്നെ പടത്തിന് കിട്ടുന്നുണ്ട്. എൻ്റെ അതിലത്തെ ആ ഒരു സംഭവങ്ങളെ ആണ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് എന്താന്നുള്ളത് അറിയാനായിട്ട്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. പടം കാണാത്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണാം. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക.